السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. വണ്ടൂർ ജാമിയ വഹബിയ അറബിയയുടെ 60ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന 60 പ്രഭാഷണങ്ങളിലെ ഇസ്ലാം സഹാനുഭൂതിയുടെ മതം എന്ന വിഷയമാണ് ഇവിടെ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നത്. ഒരു മതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി ആ മതം അതിൻ്റെ അനുയായികളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ റഹ്മത്ത് അഥവാ കാരുണ്യവും സഹാനുഭൂതിയുമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കാരുണ്യം നമ്മൾ ദിവസവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും ഉരുവിടുന്ന വാക്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കരുണയുടെ വാക്കുകൾ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം നമസ്കാരത്തിലും അല്ലാതെയും നാം ഉരുവിടുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു നാമം കൂടിയാണ് അർ റഹ്മാൻ, അർ റഹീം എന്നീ കാരുണ്യത്തിൻ്റെ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് സൂറത്തുൽ അംബിയായിൽ അള്ളാഹു തആല നബിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ലോകത്തിന് മുഴുവൻ അയച്ചത് ശിക്ഷയായോ ഭീഷണിയായോ അല്ല, കാരുണ്യമായിട്ടാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം ആത്മാക്കളോട് അതിക്രമം കാണിച്ച എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നു, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. സൂറത്ത് സുമറിൽ അള്ളാഹു തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ അളവ് പോലായി തന്നെ സഹാനുഭൂതിയെ പഠിപ്പിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാൾ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ പൂർണ്ണമായി വിശ്വസിച്ചവനാകില്ല. ഇവിടെ നാം ശ്രദ്ധിക്കുക, ഇതൊരു ഐച്ഛിക ഗുണമല്ല, മറിച്ച് ഈമാനിന്റെ പൂർണ്ണതയുടെ അളവ് പോലാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചത് ഇങ്ങനെയാണ്: മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് ഇദാ ഇസ്തകാ മിൻഹു അദുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹമ്മാ. വിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലും ഒരു ശരീരം പോലെയാണ്. ഒരു അവയവത്തിന് അസുഖം വന്നാൽ ബാക്കി ശരീരം മുഴുവൻ പനിയോടും ഉറക്കമില്ലായ്മയോടും കൂടി പ്രതികരിക്കും. ഈ അതേ ആശയം തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിനു ശേഷം ജീവിച്ച പേർഷ്യൻ കവി ഷെയ്ഖ് സഅദി ഷിറാസി തന്റെ പ്രശസ്തമായ ബാനിയാദം എന്ന കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ കെട്ടിടത്തിലെ ഒരു പരവതാനിയിൽ പോലും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യരെല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ, ഓരോ സത്തയിൽ നിന്നുള്ള സൃഷ്ടികൾ. ഒരവയവത്തിന് വേദനയേറ്റാൽ മറ്റവയവങ്ങൾക്കുമില്ല സ്വസ്ഥത. പിന്നെ മറ്റുള്ളവരുടെ ദുഃഖം നിന്നെ തേടുന്നില്ലെങ്കിൽ നിനക്കെന്തവകാശം മനുഷ്യൻ എന്ന പേരിൽ ഒരു നബിവചനവും ഒരു കവിയുടെ വരികളും ഒരേ സത്യമാണ് വിളിച്ചു പറയുന്നത്. മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം സഹാനുഭൂതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കൂടുതൽ വ്യക്തമാക്കി. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. കരുണ കാണിക്കുന്നവരോട് പരമകാരുണികൻ കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതര ജീവികളോടുള്ള സഹാനുഭൂതി, ഇസ്ലാമിലെ കാരുണ്യം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 2 പ്രശസ്തമായ സംഭവങ്ങൾ നോക്കാം. ഒരു യാത്രക്കാരൻ കടുത്ത ദാഹത്തിൽ ഒരു കിണറ്റിൽ ഇറങ്ങി വെള്ളം കുടിച്ചു.
തിരിച്ചു കയറിയപ്പോൾ ദാഹം കൊണ്ട് മണ്ണ് നക്കുന്ന ഒരു നായയെ കണ്ടു. അയാൾ വീണ്ടും കിണറ്റിലിറങ്ങി തന്റെ ചെരുപ്പിൽ വെള്ളം നിറച്ച് നായക്ക് കുടിക്കാൻ കൊടുത്തു. ഇതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു ഫീ കുല്ലി ദാത്തി കബിദിൻ റതുബത്തിൻ അജർ. അല്ലാഹു അയാൾക്ക് നന്ദി ചെയ്തു, അയാളോട് പുറത്തു. ജീവനുള്ള ഏതൊരു വസ്തുവിനോടും പ്രതിഫലമുണ്ട്. ഒരു വശത്ത് ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെയും സ്വയം തീറ്റ തേടാൻ വിടാതെയും കൊന്നതിന് ശിക്ഷിക്കപ്പെട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. ഒരു സ്ത്രീ ഒരു പൂച്ചയുടെ കാലത്ത് ശിക്ഷിക്കപ്പെട്ടു. അവൾ അതിനെ കെട്ടിയിട്ടു, അത് ചത്തുപോയി. അതിന്റെ പേരിൽ അവൾ നരകത്തിൽ പ്രവേശിച്ചു. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഒരു ജീവിയോട് കാണിക്കുന്ന കാരുണ്യം സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, ക്രൂരത നരകത്തിലേക്കുള്ള വഴിയുമാകാം. മൃഗങ്ങളെ അറുക്കുമ്പോൾ പോലും കാരുണ്യം കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദബ്ഹ. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്മ നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊല്ലുക, അറുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അറുക്കുക. അയൽക്കാരോടും ദുർബലരോടുമുള്ള കടമ ജനങ്ങളോട് കരുണ കാണിക്കാത്തവന് അള്ളാഹു കരുണ കാണിക്കില്ല. അടിമ തന്റെ സഹോദരന്റെ സഹായത്തിലായിരിക്കുന്ന കാലത്തോളം അള്ളാഹു ആ അടിമയുടെ സഹായത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം കണ്ടതുപോലെ സഹാനുഭൂതി ഇസ്ലാമിൽ ഒരു അലങ്കാരമല്ല, അത് അതിന്റെ ഖാതലാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം തന്നെ അതായിരുന്നു. ഈമാന്റെ അളവ് പോൽ അതാണ്. മൃഗങ്ങളോടുള്ള പെരുമാറ്റം പോലും അതിലധിഷ്ഠിതമാണ്. നമുക്ക് ചോദിക്കാം, ഈ കാരുണ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ അയൽക്കാരോടും കുടുംബത്തോടും അപരിചിതരോടും മൃഗങ്ങളോടും നാം എത്രത്തോളം പ്രകടിപ്പിക്കുന്നുണ്ട്? അള്ളാഹു നമ്മയെല്ലാം കാരുണ്യമുള്ളവരാക്കട്ടെ, കാരുണ്യം അർഹിക്കുന്നവരാക്കട്ടെ. വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.